ഓം നമോ ഭഗവതേ വാസുദേവായ. ദേവി ഭാഗവതം മാഹാത്മ്യം അധ്യായം 1. ചോദ്യം 1. ഋഷിമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതാര്? സൂതനാണ് ഋഷിമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത്. ചോദ്യം 2. വ്യാസമഹർഷി ദേവി ഭാഗവതം ആർക്കാണ് ഉപദേശിച്ചത്? വ്യാസമഹർഷി ദേവി ഭാഗവതം സൂതന് ഉപദേശിച്ചു. ചോദ്യം 3. ദേവി ഭാഗവതം ഒരിക്കൽ കേട്ടാൽ ലഭിക്കുന്ന ഫലമെന്ത്? ഒരു ദിവസമോ അര ദിവസമോ അതിൽ പകുതിയോ ഒരു മുഹൂർത്തമോ ക്ഷണനേരമെങ്കിലുമോ ഭക്തിപൂർവം കേൾക്കുന്നവർക്ക് ഒരിക്കലും ദുർഗതി ഉണ്ടാവില്ല. എല്ലാ യജ്ഞങ്ങളും ചെയ്താൽ, തീർത്ഥാടനം ചെയ്താൽ, എല്ലാവിധ ദാനങ്ങളും ചെയ്താൽ ഒരുവന് എന്ത് ഫലം ലഭിക്കുമോ ആ ഫലം ദേവി ഭാഗവതം ഒരിക്കൽ കേട്ടാൽ ലഭിക്കും. ചോദ്യം 4. ഏതെല്ലാം മാസങ്ങളിലെ ദേവി ഭാഗവത പഠനം വിശിഷ്ടമാണ്? ദേവി ഭാഗവതം ശ്രവിക്കുന്നവർക്ക് ഏത് മാസമെന്നോ ഏത് ദിവസമെന്നോ ഒരു നിയമവുമില്ല. ഈ ദേവി ഭാഗവതം എപ്പോഴും ഉപാസിക്കാം. അശ്വിനം അതായത് കന്നി, ചൈത്രം അതായത് ധനു, വൈശാഖം അതായത് മീനം, ആഷാഢം അതായത് കർക്കിടകം എന്നീ മാസങ്ങളിലെ നവരാത്രികളിലെ ഭാഗവത ശ്രവണം വിശിഷ്ടമായ ഫലം നൽകും. ചോദ്യം 5. ഓരോ വർണ്ണത്തിലുള്ളവർക്കും ദേവി ഭാഗവത പഠനം കൊണ്ട് ലഭിക്കുന്ന ഫലം എന്താണ്? ഈ ദേവി ഭാഗവതം പഠിക്കുന്നത് ബ്രാഹ്മണരാണെങ്കിൽ അവൻ വേദജ്ഞന്മാരിൽ മുഖ്യനാകും. ക്ഷത്രിയനാണെങ്കിൽ രാജാവാകും. വൈശ്യനാണെങ്കിൽ വലിയ ധനാഢ്യനാകും. ശൂദ്രനാണെങ്കിൽ അവന്റെ കുലത്തിൽ അത്യുത്തമനാകും. ഇതാണ് അധ്യായം 1 ചോദ്യങ്ങൾ ഉത്തരങ്ങൾ. താങ്ക് യു. ശ്രീഹരേ നമഃ. ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ.